എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ അറിഞ്ഞോ, 70 ക്രൈസ്തവരെ തലയർത്ത് കൊന്നു ചർച്ചിനകത്ത് വെച്ചു. കോങ്കോയിൽ 70 ക്രൈസ്തവരെ മുസ്ലിം തീവ്രവാദികൾ ചർച്ച് പിടിച്ചു ചർച്ചിനകത്ത് കൊണ്ടുപോയി അവരെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞു. ഏതെങ്കിലും വാർത്ത 24 ന്യൂസോ, മലയാള മനോരമയോ, മാതൃഭൂമി ന്യൂസോ, കൈരളി ചാനലോ, മീഡിയ എന്ന് പറയില്ല അവരെ ചെയ്തത്. ഏതെങ്കിലും ചാനൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന് വായിച്ചോ, കേട്ടോ, കണ്ടോ? ഇല്ല. ശ്രദ്ധിക്കൂ, ഇതാദ്യത്തെ സംഭവമല്ല. ഇന്ത്യയിൽ സംഘപരിവാർ ക്രൈസ്തവർക്ക് ദോഷമുണ്ടാക്കുന്നത് പോലെ ലോകരാഷ്ട്രങ്ങളിൽ ക്രൈസ്തവർക്ക് ഏറ്റവും എതിർപ്പെന്ന് പറയും മുസ്ലിം തീവ്രവാദ സംഘടന തന്നെയാണ്. നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വർഷം തോറും അനേക ക്രൈസ്തവരെ അവർ കൊന്നൊടുക്കുന്നുണ്ട്. ഇത് ഇൻ്റർനാഷണൽ ന്യൂസുകളിലോ നാഷണൽ ന്യൂസുകളിലോ അല്ലെങ്കിൽ ഒരു വാർത്തകളിലും ഇത് പറയപ്പെടുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഇവിടെ യേശുക്രിസ്തു ദൈവത്തെ ആരാധിച്ചു. അവിടെ വായിച്ച പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ ക്രൈസ്തവരെയാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ 70 ആൾക്കാരെയാണ് പിടിച്ചുകൊണ്ടുപോയി ചർച്ചിനകത്ത് കൊന്നുകളഞ്ഞത്. എത്ര നിഷ്ഠൂരമായ, എത്ര വേദനിക്കുന്ന ഒരു വാർത്തയാണതെന്ന് ചിന്തിച്ചു നോക്കിയേ. ലോകരാഷ്ട്രങ്ങളിൽ ക്രൈസ്തവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത കാലാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദികൾ ക്രൈസ്തവരെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരെ, നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് പുരോഹിതന്മാരെ കൊന്നൊടുക്കുകയാണ്, കന്യാസ്ത്രീകളെ അവരെ നശിപ്പിക്കുകയാണ്. ഈ തീവ്രവാദികളുടെ ഒരു പ്രത്യേകത നോക്കണമേ, സ്ത്രീകളെയും കുഞ്ഞു കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി കൊന്നുകളയുന്ന ഒരു സംഭവമാണ് കോങ്കോയിൽ സംഭവിച്ചിരിക്കുന്നതാണ്. ബൊക്കോ ഹറാം തീവ്രവാദികൾ നൈജീരിയയിൽ ഇതുപോലെ ക്രൈസ്തവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ ആരുമില്ല, ഒരു സംഘടനയില്ല, രാഷ്ട്രീയ സംഘടനയില്ല, മതസംഘടനയില്ല, ഒരു ഇതുമില്ല. ഇവിടെ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോൾ ഹമാസിനു വേണ്ടി ജയ് വിളിക്കുക, ഹമാസിന് കൊടിയുയർത്തുക, ഹമാസിന് അനുകൂലമായി പ്രസംഗിക്കുക, ഹമാസിന് അനുകൂലമായി സംസാരിക്കുക. ഇവിടുത്തെ ഒരുപാട് ക്രിസ്സംഗികളും ഒരുപാട് മുസ്ലിം മത നേതാക്കന്മാരും രാഷ്ട്രീയ പരിവേഷം കെട്ടിയവന്മാരൊക്കെ ഇവിടെ എഴുന്നേറ്റു വന്നു. പക്ഷെ കണ്ടോ, ഇവിടെ 70 പാവപ്പെട്ട, കോങ്കോ എന്ന് പറയുന്നത് അല്പം ദാരിദ്ര്യമുള്ള ഒരു രാജ്യമാണ്. അവർ അധ്വാനിച്ച് ജീവിക്കുക, വലിയ വൻമാളികകളോ സൗധങ്ങളോ വലിയ ആഡംബര ജീവിതങ്ങളോ നയിക്കുന്നവരല്ല. ഒരു ഭാഗത്തുണ്ട് കോങ്കോയിൽ. പക്ഷെ ഇവിടെ ക്രൈസ്തവർ ഏറ്റവും ദാരിദ്ര്യ മേഖലയിൽ ജീവിക്കുന്ന, കഷ്ടപ്പാട് ജീവിക്കുന്ന, അതിനിടയിലും ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുന്ന ഒരു ജനതയാണ് ഈ കോങ്കോ രാജ്യത്തിലെ ഈ ജനത. അതിൽ അവിടെ ക്രൈസ്തവരാണ് ദൈവത്തെ ആരാധിക്കുവാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ വിറപ്പുകൊണ്ട് കൊന്നൊടുക്കുന്നത്. എന്ത് ചെയ്തിട്ടറിയാമോ? അവർക്ക് യുദ്ധം ചെയ്തിട്ടില്ല, വിദ്വേഷം പറഞ്ഞിട്ടില്ല. ഒറ്റ കാരണം, ദൈവത്തെ ആരാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ വായിച്ചു ഇങ്ങനെ മനസ്സിലായി, IS ഇസ്ലാം സ്റ്റേറ്റുമായി ചേർക്കപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയാണ് ഈ പാവപ്പെട്ട 70 പേരെ കൊന്നൊടുക്കിയത് എന്ന് മാത്രം വേദനിക്കുന്ന കാര്യങ്ങളാണ്. ആരോടും നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, ആരോടും വഴക്കിടാൻ പോകുന്നില്ല. അവരുടെ കാര്യങ്ങൾ നോക്കി സമാധാനത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ചു പോകുന്ന ഒരു ജനതയെ പിടിച്ചുകൊണ്ട് കൊന്നൊടുക്കുക. എന്നിട്ട് അതിനെതിരെ ഇവിടെ ഞാൻ ചോദിക്കുക, ഇവിടെ ക്രിസ്സംഗികളും ആരും കണ്ടില്ലല്ലോ, ഒരു മത നേതാക്കന്മാരെ കണ്ടില്ല. ഇവിടെ പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്. ആർക്കും ഇതിനെതിരെ സംസാരിക്കുവാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ ക്രൈസ്തവർ പീഡനം അനുഭവിക്കുന്നുണ്ട്. ലോകത്തിൽ ക്രൈസ്തവർ ഒത്തിരി ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ലോകത്ത് ക്രൈസ്തവർ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അഭിമാനിക്കുമ്പോഴും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും ക്രൈസ്തവർ ഭയങ്കരമായ പീഡനം അനുഭവിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ അകത്തളങ്ങൾ അകപ്പെടുന്ന ഈ വിഷയം, വേദനാജനക വിഷയത്തെ ഒരു മാധ്യമങ്ങളോ ആരും തന്നെ പുറത്തു കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നില്ല, ലോകത്തെ അറിയിക്കുന്നില്ല. പിന്നെ ഇതുപോലുള്ള ഞങ്ങളെപ്പോലുള്ള ചില മാധ്യമങ്ങൾ, യൂട്യൂബ് പോലുള്ള ചില ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഇതുപോലെ നമ്മളെപ്പോലെയുള്ള ചില വന്നിരുന്നു കൊണ്ട് ഇതുപോലെ ഈ വാർത്തകളെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രതിഷേധം ഉണ്ടാക്കാനൊന്നുമില്ല. മനസ്സിലാക്കുക,
മുസ്ലിം തീവ്രവാദികൾ ഭയങ്കര ഡേഞ്ചറാണ്, അവർ ക്രൈസ്തവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ, കോങ്കോ പോലുള്ള ഇതുപോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ വീട്ടിലിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഇത് ചെറിയ സോഷ്യൽ മീഡിയയിലാണ് ഈ വാർത്ത പുറത്തു വന്നത്, അതുകൊണ്ട് നിങ്ങൾ അറിയുന്നില്ല. വലിയ വാർത്തകളൊന്നും ഇവർ വിടത്തില്ല, കാരണം ക്രൈസ്തവരാണ്. കാര്യം മുസ്ലിങ്ങൾക്ക് പറഞ്ഞാൽ അവർ വോട്ട് കിട്ടില്ല, അതുകൊണ്ട് പുറത്ത് വിടാറൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളത് ഷെയർ ചെയ്ത് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുക, ജനത്തെ അറിയിക്കുക, ഈ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.